ഏഴാമത്തെ ഇമാമായ മൂസ അൽ കാദിമിന്റെ ജീവിതത്തിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ക്ഷമയുടെയും തകർക്കാനാവാത്ത വിശ്വാസത്തിന്റെയും ഒരു വലിയ പ്രതീകമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് ഒരു പുരാതന പ്രവചനത്തിൽ നിന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ മരണക്കിടക്കയിൽ വെച്ച് ഒരു വലിയൊരു കാര്യം വെളിപ്പെടുത്തി. തനിക്കു ശേഷം ദൈവിക മാർഗനിർദ്ദേശത്തിനായി 12 ഇമാമുമാർ വരുമെന്നും അവർക്ക് ശേഷം 12 മഹദികളും ഉണ്ടാകുമെന്നുമുള്ള ഒരു പ്രവചനം. ഈ വാക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ അടിത്തറ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആ 12 പേരുടെ പ്രവചനം. എങ്ങനെയാണ് ഈ ഒരു ദൈവീക പിന്തുടർച്ചാ ശൃംഖലയുടെ തുടക്കം? പ്രവാചകന്റെ പിൻഗാമികളായി വന്ന ഈ ശൃംഖലയില് ഓരോ ഇമാമിനും ഓരോ വിശേഷണങ്ങളുണ്ടായിരുന്നു. നോക്കൂ, സംതൃപ്തനായ അലി, നീതിമാനായ ഹസൻ, രക്തസാക്ഷിയായ ഹുസൈൻ, അങ്ങനെ നീളുന്ന ആ പരമ്പരയിലെ ഏഴാമത്തെ കണ്ണിയാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകൻ, ക്ഷമാശീലൻ എന്നറിയപ്പെട്ട മൂസ അൽ കാലിം. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലുകയാണ്. ആരായിരുന്നു ഈ ക്ഷമാശീലനായ ഇമാം? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചരിത്രം ആ പേരിൽ ഓർക്കുന്നത്? അൽ കാലിം, ഈ പേരിന് വളരെ ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. കോപം നിയന്ത്രിക്കുന്നവനെന്ന്. സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത പീഡനങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും അദ്ദേഹം കാണിച്ച ആ അസാധാരണമായ ക്ഷമയും സംയമനവുമാണ് അദ്ദേഹത്തിന് ഈ പേര് നേടിക്കൊടുത്തത്. ഇത് വെറുമൊരു പേരല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ, ജീവിതത്തിന്റെ തന്നെ ഒരു അടയാളമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, തന്നെ ഉപദ്രവിച്ചവരോട് പോലും അദ്ദേഹം ഒരു തരി വെറുപ്പ് കാണിച്ചില്ല. തന്റെ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി അതിനു പകരം ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം. ഈയൊരു അചഞ്ചലമായ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോ ഒരു വശത്ത് ഇമാമിന്റെ ഈയൊരു ആത്മീയ ജീവിതം, പക്ഷെ മറുവശത്ത് എന്തായിരുന്നു സ്ഥിതി? അവിടെയാണ് അന്നത്തെ ഭരണാധികാരിയായ ഖലീഫ ഹാറൂൺ അൽ റഷീദിന്റെ ലോകം വരുന്നത്. തികച്ചും വ്യത്യസ്തമായ, നേർവിപരീതമായൊരു ലോകം. ഒരേ നഗരമായ ബാഗ്ദാദിൽ 2 ലോകങ്ങൾ നിലനിന്നിരുന്നു എന്ന് പറയാം. ഒരു വശത്ത് ആരാധനയിലും വളരെ ലളിതമായ ജീവിതത്തിലും ഒഴുകിയ ഇമാം മൂസ അൽ കാദിം, മറുവശത്ത് ലൗകിക സുഖങ്ങളിലും അധികാരത്തിന്റെ ധാരാളിത്വത്തിലും അഭിരമിച്ച ഖലീഫ ഹാറൂൺ അൽ റഷീദ്. അപ്പോ ഈ 2 ധ്രുവങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷണം സ്വാഭാവികമായും ഒഴിവാക്കാനാവാത്തതായിരുന്നു. അദ്ദേഹത്തിന് നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഒരു ഏകാധിപത്യ ഭരണകൂടത്തെ ഒരു ചെറിയ കാര്യത്തിൽ പോലും സഹായിക്കരുത്. അതിന്റെ ഒരു ഉദാഹരണമാണ് തന്റെ അനുയായിയായ സഫാനോട് ഖലീഫയ്ക്ക് ഒട്ടകങ്ങളെ വിൽക്കുന്നത് അദ്ദേഹം വിലക്കിയത്. അത് അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. അപ്പോ ഇമാമിന്റെ ഈ ധാർമ്മികമായ നിലപാടും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും അത് ഖലീഫയെ ശരിക്കും ഭയപ്പെടുത്തി. സ്വാഭാവികമായും അതിന്റെ ഫലമെന്തായിരിക്കും? അറസ്റ്റും തടവറയും തന്നെ. ഇമാമിനെ അറസ്റ്റ് ചെയ്തെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഖലീഫക്കറിയാമായിരുന്നു. അപ്പോൾ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇമാമിനെയും കൊണ്ട് ഒരേ സമയം 2 യാത്രാസംഘങ്ങളെ 2 വ്യത്യസ്ത നഗരങ്ങളിലേക്ക് അയച്ചു. ഒന്ന് കൂഫയിലേക്കും മറ്റൊന്ന് ബസ്രയിലേക്കും. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ എവിടെയാണ് തടവിലിട്ടിരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടാതിരിക്കാനായിരുന്നു ഈ കടി. ആ ജയിലിലെ ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര കഠിനമായിരുന്നു. ദിവസവും അദ്ദേഹത്തിന് ആകെ കിട്ടിയിരുന്നതെന്താണെന്നോ? വെറും ഒരു ചെറിയ കഷ്ണം റൊട്ടിയും കുറച്ച് വെള്ളവും, അത്രമാത്രം. പക്ഷേ ശരീരം തളർത്താൻ നോക്കിയപ്പോൾ ആത്മാവ് കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. പകൽ സമയങ്ങളിൽ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചു, രാത്രികളിൽ പ്രാർത്ഥനയിൽ മുഴുകി. ആ ജയിലിന്റെ 4 ചുമരുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയാണുണ്ടായത്. അങ്ങനെ ആ കഥ അതിന്റെ ഏറ്റവും വേദനാജനകമായ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ബാഗ്ദാദിലെ രക്തസാക്ഷി. ഖലീഫയുടെ ക്രൂരത, അതിന്റെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകൾ അതിക്രൂരമായിരുന്നു. ആദ്യം മാരകമായ വിഷം പുരട്ടിയ ഈന്തപ്പഴം കഴിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. തുടർന്ന് കഠിനമായ വേദന അനുഭവിച്ച ശേഷം ആ ബാഗ്ദാദിലെ തടവറയിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. മരണശേഷവും അപമാനം തുടർന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ബാഗ്ദാദിലെ ഒരു പാലത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. തങ്ങൾ ചെയ്ത കൊലപാതകം മറച്ചുവെക്കാൻ അധികാരികൾ ഒരു നാടകം തന്നെ കളിച്ചു. ഇമാം അസുഖം വന്ന് സ്വാഭാവികമായി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ അവർ കള്ളസാക്ഷികളെ വരെ കൊണ്ടുവന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അവരുടെ ഭയവും കുറ്റബോധവും എത്രത്തോളമുണ്ടായിരുന്നു എന്ന്. ഒടുവിൽ ഇമാമിന്റെ ഭൗതിക ശരീരം ബാഗ്ദാദിലെ ഒരു ശ്മശാനത്തിൽ അടക്കം ചെയ്തു. പക്ഷെ അതൊരു അവസാനമായിരുന്നില്ല, സത്യത്തിൽ ഒരു തുടക്കമായിരുന്നു.
ഇന്ന് ആ സ്ഥലം കാളിമിയ എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ പൈതൃകം ഇന്നും ജീവിക്കുന്നു. അപ്പോ മൂസ അൽ കാലിമിന്റെ ഈ ജീവിതകഥ നമ്മളെല്ലാവരുടെയും മുന്നിൽ ഒരു വലിയ ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. എത്ര വലിയ പരമമായ അധികാരത്തിനു മുന്നിലും തകർക്കാൻ കഴിയാത്ത വിശ്വാസത്തിന്റെ യഥാർത്ഥ ശക്തി എന്താണ്?